ഹലോ ഫ്രണ്ട്സ്, പണമിടപാടുകളെല്ലാം നടത്തുന്നതിന് വേണ്ടി ഗൂഗിൾ പേ എല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഗൂഗിൾ തന്നെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഗൂഗിൾ പേ എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കണമെന്ന്. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഹാക്കേഴ്സിന് നിങ്ങളുടെ മൊബൈലിലേക്കുള്ള ആക്സസ് എല്ലാം ലഭിക്കുമ്പോൾ ഇത്തരത്തിൽ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇതുവഴി നിങ്ങളുടെ മൊബൈലിൽ നിന്നുള്ള OTP അതുപോലെ മറ്റു ബാങ്ക് ക്രെഡൻഷ്യൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എല്ലാം ആക്സസ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഗൂഗിൾ പേയിൽ യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പണമെല്ലാം നഷ്ടപ്പെടാനെല്ലാം ഇത് കാരണമാകും. ഇത്തരത്തിൽ നിങ്ങളുടെ ഇൻഫർമേഷൻ ഒന്നും ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് എല്ലാം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത്. സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് എന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെല്ലാം എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഓൺലൈനായി, അതായത് മറ്റൊരു ഭാഗത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ എല്ലാം നോക്കി ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ സ്ക്രീൻ എല്ലാം തന്നെ ആക്സസ് ചെയ്യാനും അതുവഴി എന്താണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ മൊബൈലിൽ വന്നിരിക്കുന്ന പ്രശ്നം ഇതെല്ലാം തന്നെ അവർക്ക് ചെക്ക് ചെയ്ത് ഇതെല്ലാം സോൾവ് ചെയ്യാനും സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം തന്നെ സ്ക്രീൻ ഷെയറിംഗ് ആപ്സ് കൊണ്ടുണ്ട്. കാരണം നിങ്ങളുടെ പ്ലേസിൽ വന്ന് നിങ്ങളുടെ മൊബൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യാതെ തന്നെ അവർക്ക് മറ്റൊരു ഭാഗത്തിരുന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്കുള്ള ആക്സസ് എല്ലാം സ്വീകരിച്ച് അതിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനെല്ലാം സാധിക്കും. എന്നാൽ ഇങ്ങനെ നിങ്ങൾ അത്യാവശ്യ സമയത്തിന് വേണ്ടി ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ആവശ്യം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യുക. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ എല്ലാം സേഫ് ആയിരിക്കാനെല്ലാം ഇത് സഹായിക്കും. അതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ നൽകുന്ന മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത്, അൺനോൺ ആയ അതായത് അജ്ഞാതമായ ചില സന്ദേശങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ്, അതിൽ വന്നിരിക്കുന്ന ലിങ്ക് അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചില ലിങ്കുകൾ, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാത്ത ലിങ്കിലെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഡിവൈസ് ഇതെല്ലാം ഹാക്ക് ചെയ്യപ്പെടാനും അതുപോലെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാൾവെയർ എല്ലാം ഇൻജക്ട് ചെയ്യാനുമുള്ള സാധ്യതയെല്ലാം കൂടുതലാണ്. ഇത്തരത്തിലെല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഹാക്കേഴ്സിനെല്ലാം വളരെ ഈസിയായി നിങ്ങളുടെ ഡിവൈസിലേക്കുള്ള ഇതിലേക്കുള്ള ആക്സസ് എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ നിങ്ങൾ നിർബന്ധമായും ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർസ് അതുപോലെ ഇങ്ങനെയുള്ള ലിങ്ക്സ് എല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്